ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അങ്ങേരോട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നീ ഈ ഭൗതിക ലോകത്ത് ഒരു അന്യ നാട്ടുകാരനെ പോലെയാവണം, അല്ലെങ്കിൽ ഔ ആബിറു സബീൽ, ഒരു നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെയാവണം. ഒരു നാട്ടിൽ അന്യ നാട്ടുകാരനായിട്ട് വന്ന ഒരാൾ, അദ്ദേഹത്തിന് അവിടെ ജീവിത സൗകര്യങ്ങൾ കുറവായിരിക്കും. അദ്ദേഹത്തിൻ്റെ വീടവിടെയില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയില്ല, മറ്റ് സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരിക്കില്ല. എന്നാൽ ഒരു സ്ഥിരതാമസക്കാരൻ ഉണ്ടാക്കുന്നത് പോലത്തെ ജീവിത സൗകര്യങ്ങളും മറ്റും അദ്ദേഹം ആ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയുമില്ല. മറിച്ച് തൻ്റെ ആവശ്യ നിർവഹണത്തിന് ശേഷം തൻ്റെ നാട്ടിലേക്ക് തിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണല്ലോ അന്യ നാട്ടിൽ ഒരാൾ താമസിക്കുക. എന്ന പോലെ ഒരു അന്യ നാട്ടിൽ നിന്ന് വന്ന് പാർക്കുന്ന ഒരാളെപ്പോലെയായിരിക്കണം ഈ ഭൗതിക ലോകത്ത് നീ താമസിക്കേണ്ടത്. എന്ന് വച്ചാൽ ഇവിടെ സുഖിക്കുവാനോ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുവാനോ ഇവിടെ കുറേ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനോ ശ്രമിക്കാതെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തേക്ക് വന്നോ ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇവിടെ സമയം ചെലവഴിക്കുകയും ഒരു താൽക്കാലിക താമസക്കാരനെ പോലെ ഇവിടെ ചെലവഴിക്കുകയും ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ ഉണർത്തിയത്. പിന്നീട് ഒന്നുകൂടെ ഒരു പടി കൂടെ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ നീ ഒരു നാട്ടിലൂടെ വിട്ടുകടന്നു പോകുന്ന യാത്രക്കാരനെ പോലെയാകണം. ചുരുക്കത്തിൽ ഈ ഭൗതികമായ ലോകം ഇവിടെ സുഖിക്കാനുള്ളതല്ല, സൗകര്യങ്ങൾ ഒരുക്കാനുള്ളതല്ല. ഒരു താൽക്കാലിക താമസത്തിന് വേണ്ടി മാത്രം വന്നവരാണ് ഈ നാട്ടിലെ മനുഷ്യർ. ആ രീതിയിലായിരിക്കണം ഈ ജീവിതത്തെ കാണേണ്ടത് എന്നാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉപദേശം ശരിക്കും ഉൾക്കൊണ്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇദാ അംസയിത ഫലാ തന്തളിരി സ്വബാഹ്. അതുകൊണ്ട് നീ വൈകുന്നേരത്തിലേക്ക് എത്തിയാൽ നീ നേരം പുലരും എന്ന് നീ പ്രതീക്ഷിക്കാൻ പാടില്ല. വൈദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ, നേരം പുലർന്നാൽ വൈകുന്നേരമാകും എന്നും നീ പ്രതീക്ഷിക്കരുത്. രാവിലെ പ്രഭാതത്തിലേക്ക് എത്തിയ ഒരാൾ വൈകുന്നേരം വരെ ഈ ലോകത്ത് ജീവിക്കുമെന്ന കാര്യം ഉറപ്പില്ല. വൈകുന്നേരമായാൽ നേരം പുലരും വരെ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പില്ല. അങ്ങനെ ഏത് സമയത്തും ഈ ലോകത്തോട് വിട ചെല്ലാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ ലോകത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാറുണ്ടായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖുദ് മിൻ സിഹതിക ലിമർദിക. ജീവിതകാലത്ത് ഒരുപാട് അവസ്ഥകൾ നമുക്ക് വന്നു ചേരാനുണ്ട്. രോഗങ്ങളുണ്ടാകും, ആരോഗ്യമുള്ള കാര്യങ്ങളുണ്ടാകും, സന്തോഷമുള്ള സമയങ്ങളുണ്ടാകും, സങ്കടപ്പെടുന്ന സമയങ്ങളുണ്ടായിരിക്കും. ജീവിതത്തിൽ മാറി മാറി വരുന്ന നിമിഷങ്ങൾ നമ്മുടെ കർമ്മങ്ങൾക്ക് പലതും സൗകര്യപ്പെടാത്ത സമയങ്ങളായിരിക്കും. അതുകൊണ്ട് ഖുദ് മിൻ സിഹതിക ലിമർദിക, ആരോഗ്യമുള്ള സമയത്ത് നീ രോഗകാലത്തേക്ക് വേണ്ടതുകൂടെ ആരോഗ്യമുള്ള സമയത്ത് നീ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ആരോഗ്യമുള്ള സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, അല്ലാഹു തആലാക്ക് വഴിപ്പെടുവാൻ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നേരെ മറിച്ച് രോഗിയായി കടക്കുമ്പോൾ കാൽമുട്ട് വേദനയും ഊരവേദനയും മറ്റ് അസൗകര്യങ്ങൾ കൂടി വരുമ്പോൾ ഇബാദത്തുകൾ ചെയ്യുവാൻ പ്രയാസമായിരിക്കും. എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് കൂടുതലായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കൂടുതലായിട്ട് അല്ലാഹു തആലാക്ക് വഴിപ്പെട്ട്, രോഗിയാകുമ്പോൾ എന്നെക്കൊണ്ട് സാധിക്കൂലല്ലോ, അതിന് വേണ്ടത് കൂടെ ഞാൻ ഇപ്പോൾ തന്നെ ഒരുക്കി വെക്കട്ടെ എന്ന നല്ല മനസ്സോടുകൂടെ
കൂടുതൽ ഇബാദത്തുകൾ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ചെയ്ത് രോഗകാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം എന്നും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം ധന്യമാക്കി ഉപയോഗപ്പെടുത്തുന്ന, നാളത്തേക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഈ ജീവിതം ഉപയോഗപ്പെടുത്തുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.